വിമർശനങ്ങൾക്ക് എണ്ണി മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണമെന്നും സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ PP ദിവ്യ EP ജയരാജൻ വിഷയങ്ങളിൽ മറുപടി പ്രസംഗത്തിൽ പരാമർശിച്ചില്ല. അതേസമയം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 10 പുതുമുഖങ്ങൾ എത്തിയേക്കുമെന്നാണ് സൂചന. N സുകന്യയും VK സനോജും V വസീഫും സംസ്ഥാന കമ്മിറ്റിയിലെത്തും. AK സ്റ്റെഫിൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സ്റ്റെഫിൻ, പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ 2 പേർ PP ദിവ്യ EP ജയരാജൻ, ഇവരെക്കുറിച്ചൊന്നും മറുപടി പ്രസംഗത്തിൽ ഒരു പരാമർശവും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ പുതുമുഖങ്ങൾ വരുമെന്നൊരു സൂചനയുണ്ട്. 10 പേരോളം പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമെന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ. നാളെ ഏതായാലും സംസ്ഥാന കമ്മിറ്റി പുതിയൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ 10 പുതുമുഖങ്ങൾ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയതായി തെരഞ്ഞെടുത്ത ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരാണ് ആ ലിസ്റ്റിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ സുകന്യയും VK സനോജും V വസീഫും സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമാണ് സനോജും വസീഫും. അതോടൊപ്പം തന്നെ മുൻ SFI സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K അനുശ്രീ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തും എന്നുള്ള കാര്യമൊക്കെ നേരത്തെ പല ചർച്ചകളിൽ ഉയർന്നിരുന്നുവെങ്കിൽ പോലും അനുശ്രീ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അനുശ്രീ ഉണ്ട്. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അനുശ്രീ വരും എന്നുള്ള സൂചനകളൊന്നും നിലവിലില്ല. ഏതായാലും നാളെ എന്തൊക്കെ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറെ പ്രാധാന്യത്തോടെ നാം ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം ഇന്ന് നടന്ന മറുപടി പ്രസംഗത്തിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ വേണ്ട, അത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് നീങ്ങേണ്ട എന്നൊരു സൂചന MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. കാരണം ജില്ല തിരിച്ചുള്ള വിവേചനം വേണ്ടെന്ന് ഇന്ന് നടന്ന മറുപടി പ്രസംഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയായുള്ള MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്രൂവറി, സ്വകാര്യ സർവകലാശാല, തൃശൂരിലെ സഹകരണ പ്രതിസന്ധി അടക്കം ഉള്ള കാര്യങ്ങൾ പരാമർശിക്കാതെയായിരുന്നു ഒരു മുന്നോട്ട് പോക്ക്. അതൊന്നും തന്നെ പാർട്ടിയെ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതും മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും നേരത്തെ സംഘടനാ റിപ്പോർട്ടിലടക്കം നേരത്തെ ചർച്ചയിൽ കാര്യങ്ങളെല്ലാം എത്തിയുന്നത് ഈ സഹകരണ മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, പല LDF അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് വായ്പകൾ തരപ്പെടുത്തി നൽകുന്നു, അതിൽ പണമിടപാടുകൾ നടത്തുന്നു എന്ന രൂക്ഷമായ ആരോപണങ്ങൾ ചർച്ചയിൽ ഉയർന്നിരുന്നു. അതൊന്നും തന്നെ അതെല്ലാം മറികടന്നുകൊണ്ട്, അതെല്ലാം വകവയ്ക്കാതെ മുന്നോട്ട് പോകണം, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതെല്ലാം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി ഇന്ന് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം PP ദിവ്യയും EP ജയരാജനും ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാനത്ത് CPM-നെ ഏറ്റവും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളാണ് സമീപകാലത്ത്. അതൊന്നും തന്നെ പരാമർശിക്കാതെ, ചർച്ച ചെയ്യാതെയാണ് ഈ പൊതു സമ്മേളനം മുന്നോട്ട് പോകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന വിഷയത്തിൽ നയരേഖ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നാളെ നടക്കുന്ന മറുപടി പ്രസംഗം അതീവ പ്രാധാന്യമുണ്ട്. കാരണം ഏത് തരത്തിലാണ് CPM ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം നാളെ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലാണ് ഉണ്ടാവുക. അതിനുശേഷം ഏതായാലും LDF-ലേക്ക് അത് വരും. LDF-ൽ കൂടി അത് ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഒരു പൊതു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുക.